സ്ട്രോബെറി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കസ്റ്റേർഡ് ഐസ്ക്രീമിൻ്റെ റെസിപ്പിയുമായാണ്. നേരത്തെ ഷെയർ ചെയ്ത വനില ഐസ്ക്രീം കുറേ പേര് ട്രൈ ചെയ്ത് നോക്കി നല്ല അഭിപ്രായങ്ങളൊക്കെ അറിയിച്ചിരുന്നു. അത് തയ്യാറാക്കിയതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ ഈ ഒരു ഐസ്ക്രീമും തയ്യാറാക്കാനാവും. നല്ല അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ ഇത് റെഡിയാക്കാനും ഐസ്ക്രീം മേക്കറിൻ്റെ ഒന്നും ആവശ്യമില്ല, മിക്സിയോ ബീറ്ററോ മതി. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ഒരു സോസ് പാനിലേക്ക് 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. 250 ml കപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് അളന്നെടുക്കാൻ കപ്പ് തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു ഗ്ലാസ് എടുത്താലും മതി. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര, ഞാനിവിടെ ഒരു 7 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് പഞ്ചസാര കൂട്ടിയോ കുറച്ചോ എടുക്കാം. ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് തിളപ്പിച്ചെടുക്കണം. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലിട്ടാണ് പാല് തിളപ്പിക്കുന്നത്. ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്ത് ചേർക്കാം. അപ്പോൾ അതിനായിട്ട് 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 8 ടേബിൾ സ്പൂൺ 1/2 കപ്പ് പാല് ചേർക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ചേർക്കുന്നത്. ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. കസ്റ്റാർഡ് പൗഡർ നേരിട്ട് തിളച്ച പാലിലേക്ക് ഇടരുത്, അത് മുഴുവൻ പെട്ടെന്ന് വേവായിട്ട് കട്ടകളായിട്ട് കിടക്കും. ഇതുപോലെ തണുത്ത പാലിലോ വെള്ളത്തിലോ മിക്സ് ചെയ്ത് വേണം ചേർക്കാൻ. ഇത് നന്നായിട്ട് ഇളക്കി പാലിൽ കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ആക്കാം. ഇനി ഇത് തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലേക്ക് ചേർക്കാം. ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരും. അപ്പോൾ ഇത് അടിയിൽ കരിഞ്ഞു പിടിക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ കുറുക്കിയെടുക്കാം. ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് ഇളക്കിയാൽ മതി. കസ്റ്റാർഡ് ചേർക്കുമ്പോൾ ഒരു ലൈറ്റ് യെല്ലോ കളറാണ് കിട്ടുന്നത്. അപ്പോൾ നല്ല ഡാർക്ക് യെല്ലോ കളറിന് വേണ്ടി 2 ഡ്രോപ്പ് ഫുഡ് കളർ കൂടി ചേർക്കുന്നുണ്ട്. ഇത് ചേർക്കുന്നത് ഓപ്ഷനിലാണ്, താല്പര്യമില്ലാത്തവർക്ക് ഒഴിവാക്കാം. അപ്പോൾ ഈ സമയത്ത് മധുരം നോക്കിയിട്ട് മധുരം കുറവാണെന്ന് തോന്നിയാൽ കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ അഥവാ മധുരം കൂടിപ്പോയി എന്ന് തോന്നുവാണെങ്കിൽ എക്സ്ട്രാ കുറച്ച് പാല് ചേർത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത റൂം ടെമ്പറേച്ചറിലോട്ടായിട്ടുണ്ട്. അപ്പോൾ സ്വല്പം ഒന്ന് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നല്ല സ്മൂത്താക്കി എടുക്കാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ആവശ്യമെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ തണുത്ത പാല് കൂടി ചേർത്ത് അടിച്ചെടുക്കുക. ഇപ്പോൾ ഇത് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഒരു വിസ്കോ സ്പൂണോ ഉപയോഗിച്ച് കുറച്ച് സമയം നന്നായിട്ടൊന്ന് ഇളക്കി ഉടച്ചെടുത്താലും മതി. ഈ രീതിയിൽ നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് ഹെവി ക്രീം ബീറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഉപയോഗിക്കുന്ന ബോളും ബീറ്ററും ഫ്രിഡ്ജിൽ 1 മണിക്കൂർ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ബോളിലേക്ക് 1 കപ്പ് ഹെവി ക്രീം എടുക്കുന്നു. ഹെവി വിപ്പിംഗ് ക്രീമാണ്. ഇതിന് പകരം ഫ്രഷ് ക്രീം വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി ഇത് ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇത് വിപ്പ് ചെയ്തെടുക്കാൻ ബീറ്റർ തന്നെ വേണമെന്നില്ല, മിക്സിയിലും ചെയ്യാൻ പറ്റും. ഞാനത് വീഡിയോയുടെ അവസാനം ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. നമ്മൾ കേക്കിലേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടി ബീറ്റ് ചെയ്തെടുക്കുന്ന അത്രയും അളവിൽ, അതായത് സ്റ്റിഫ് പീക്സ് വരെ ഒന്നും എത്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഒരു ഐസ്ക്രീം തയ്യാറാക്കാൻ ഒരു മീഡിയം പീക്സ് അല്ലെങ്കിൽ സോഫ്റ്റ് പീക്സ് വരെ എത്തിയാലും മതി. അപ്പോൾ ഞാനിവിടെ ആദ്യത്തെ 2 മിനിറ്റ് ഏറ്റവും ലോ സ്പീഡിൽ, അതായത് സ്പീഡ് 1-ൽ ബീറ്റ് ചെയ്യുന്നു. അതിനുശേഷം സ്പീഡ് 2-ൽ 2 മിനിറ്റോടെ ബീറ്റ് ചെയ്യുന്നു. ഇത് അത്രയും സമയം കൊണ്ട് തന്നെ ഇത് അത്യാവശ്യം ഒന്ന് കുറുകി ഒരു സോഫ്റ്റ് പീക്സിനോട് അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് മധുരമില്ലാത്ത വിപ്പിംഗ് ക്രീമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ചേർക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗറാണ് ചേർക്കുന്നത്. അപ്പോൾ ഐസിങ് ഷുഗർ തന്നെ വേണമെന്നില്ല, സാധാ പഞ്ചസാര പൊടിച്ചത് ചേർത്താലും മതി. അതായത് ഇത് അടിച്ചെടുക്കുമ്പോൾ ഇതിന് മധുരം ഉണ്ടാവണം. അപ്പോൾ മധുരമുള്ള ടൈപ്പ് വിപ്പിംഗ് ക്രീം ആണെങ്കിൽ ഇത് പഞ്ചസാര ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല, അത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഒരു മീഡിയം പീക്സ് ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന കസ്റ്റാർഡ് മിക്സ് ചേർക്കാം. അപ്പോൾ അത് 1-2 പ്രാവശ്യമായിട്ട് ചേർക്കാം. ഇനി ലോ സ്പീഡിൽ സാവധാനത്തിൽ മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ ഞാൻ വെനില എസൻസ് ചേർക്കുന്നില്ല, കാരണം ഞാൻ എടുത്തിരിക്കുന്ന കസ്റ്റാർഡ് പൗഡർ വെനില ഫ്ലേവറാണ്. അപ്പോൾ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കി വെനില ഫ്ലേവർ ഇല്ലെന്ന് തോന്നുവാണെങ്കിൽ 1 ടീസ്പൂൺ വെനില എസൻസ് ചേർക്കാം. അതുപോലെ ഈ സമയത്ത് കളർ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ 2-3 ഡ്രോപ്പ് കളർ കൂടി ചേർത്ത് മിക്സ് ചെയ്യാം.
ഇപ്പോൾ കസ്റ്റാർഡ് മിക്സ് മുഴുവൻ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിരിക്കുന്നത്. സ്റ്റിഫ് പീക്സ് വരെ ബീറ്റ് ചെയ്തെടുത്താൽ ഇതിലും തിക്കായിട്ടിരിക്കും. അങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല. പക്ഷേ ഇതിൽ ലൂസായിട്ടിരുന്നാൽ ഐസ്ക്രീമിൻ്റെ ടെക്സ്ചർ അത്ര നന്നായിട്ട് വരില്ല. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് സെറ്റ് ആവാനായിട്ട് ഫ്രീസറിലേക്ക് 8 തൊട്ട് 10 മണിക്കൂർ വരെ വയ്ക്കാം. ഇപ്പോൾ നമ്മൾ ബീറ്റർ കൊണ്ടാണ് വിപ്പിംഗ് ക്രീം അടിച്ചെടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് മിക്സിയിലും ചെയ്യാൻ പറ്റും. അപ്പോൾ വനില ഐസ്ക്രീമിൽ ഞാൻ കാണിച്ചിരുന്നു. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ബോളാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഹെവി ക്രീം എടുത്തിട്ടുണ്ട്. അപ്പോൾ മിക്സി ആയതുകൊണ്ട് പെട്ടെന്ന് ചൂടാകും. അതുകൊണ്ട് ഈ ജാറ് ഞാൻ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്തിട്ടും കൂടിയുണ്ട്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഇത് അടിച്ചു കിട്ടും. ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ലോ സ്പീഡിൽ 15 തൊട്ട് 20 സെക്കൻഡ് വരെ അടിച്ചാൽ മതി. ഇത് നന്നായിട്ട് വിപ്പായി കിട്ടും. ഇത് ഞാനിവിടെ ഒരു 18 സെക്കൻഡ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വിപ്പായി നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഇത്രയ്ക്ക് അങ്ങ് സ്റ്റിഫാകണമെന്നില്ല. അപ്പോൾ എത്രമാത്രം അടിക്കണം എന്നുള്ളത് ഇപ്പോൾ ഓരോ മിക്സി അനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ ആദ്യം അടിച്ചു തുടങ്ങുമ്പോൾ മിക്സിക്ക് നല്ലൊരു സ്മൂത്തായിട്ടുള്ള ശബ്ദമാണ്. അത് കഴിഞ്ഞ് പെട്ടെന്ന് അതിൻ്റെ ബ്ലേഡ് അങ്ങ് ടൈറ്റായിട്ട് ഒരു ശബ്ദം അങ്ങ് മാറും. അപ്പോൾ അത് ഓഫ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്ത ക്രീമിലേക്ക് നേരത്തെ ചേർത്ത പോലെ തന്നെ കസ്റ്റാർഡ് മിക്സ് ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി. ഐസ്ക്രീം റെഡിയാവും. പക്ഷേ മിക്സിയിലും ബീറ്ററിലും ചെയ്യുന്നതിൽ ചെറിയ വ്യത്യാസമുണ്ട്. ബീറ്ററിലാകുമ്പം ചെറിയ സ്പീഡ് തൊട്ട് നന്നായിട്ട് എയർ കയറി നന്നായിട്ട് വോളിയം ഇൻക്രീസ് ആയി വരുന്നുണ്ട്. മിക്സിയിൽ അത് പെട്ടെന്ന് വിപ്പായി കിട്ടുന്നത് കൊണ്ട് എയർ ഒത്തിരി കയറുന്നില്ല. പെട്ടെന്ന് തിക്ക് കൺസിസ്റ്റൻസിയിൽ എത്തുന്നുണ്ട്. പക്ഷേ വോളിയം ഇൻക്രീസ് ആവുന്നില്ല. അപ്പോൾ ഈ 2 രീതിയിൽ ചെയ്താലും ഐസ്ക്രീം റെഡിയാക്കാം. ഐസ്ക്രീമിന് ടേസ്റ്റ് ഒന്നും പ്രശ്നമുണ്ടാവില്ല. പക്ഷേ ടെക്സ്ചറും പെർഫെക്ഷനും ഉണ്ടാകുന്നത് ബീറ്റർ കൊണ്ട് തന്നെ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ബീറ്റർ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ബീറ്റർ കൊണ്ട് ചെയ്യുക. അല്ലാത്തവർ മിക്സിയിൽ ചെയ്യുക. ഇപ്പോൾ ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്രീസറിൽ നിന്ന് മാറ്റി ഒരു 2-3 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സ്കൂപ്പ് ചെയ്യാം. അത് നല്ല പെർഫെക്റ്റ് ടെക്സ്ചറിലാണ് ഐസ്ക്രീം കിട്ടിയിരിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. ഞങ്ങളുടെ റെസിപ്പികൾ നോക്കി തയ്യാറാക്കുന്ന വിഭവങ്ങളുടെ ഫോട്ടോസ് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. ഒന്നെങ്കിൽ ഇമെയിൽ ചെയ്ത് അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിലൂടെ ഷെയർ ചെയ്താലും മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ഒരാൾക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും നന്ദി.